ഈ മദ്രസയിൽ പൊതി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് MDMA കടത്ത് കേസുകളൊക്കെ പിടിയിലാകുന്നതെന്ന് ഒരു ധർമ്മസങ്കടത്തോടെ കഴിഞ്ഞ ദിവസം KT ജലീൽ MLA പറഞ്ഞിരുന്നു. മദ്രസ വിദ്യാഭ്യാസം ഇവരെ നേർവഴിക്ക് നടത്താൻ പര്യാപ്തമാകുന്നില്ലേ എന്നൊരു സംശയം അപ്പോൾ ഉയർന്നു. ഇത് കേട്ടവർക്ക് PC ജോർജ് ഇപ്പോൾ KT ജലീലിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പൊതുവിൽ ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണും? ശ്രീ KT ജലീൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അതീവ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ്. കേരള നിയമസഭയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ മദ്രസ വിദ്യാഭ്യാസം എന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം കേരളത്തിന്റെ നിയമസഭാ രേഖകളിലുണ്ട്. മദ്രസ വിദ്യാഭ്യാസമാണ് ഒരാളെ രൂപപ്പെടുത്തുന്നത് എന്നും മനഃശാസ്ത്രപരമായും വ്യക്തിത്വപരമായും ഒരാളെ മദ്രസ വിദ്യാഭ്യാസം എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നെല്ലാം അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും നമുക്ക് നോക്കാം. അതേ മദ്രസ വിദ്യാഭ്യാസത്തെയാണ് പഴയകാല സിമി നേതാവായിട്ടുള്ള KT ജലീൽ ഇന്ന് തുറന്ന് എതിർക്കുന്നത്. അതായത് ഇന്ന് കേരളത്തിൽ പിടിക്കപ്പെടുന്ന അക്രമികൾ, രാജ്യദ്രോഹികൾ, അതുപോലെ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നവർ, മയക്കുമരുന്ന് അടക്കമുള്ള കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്നവർ, ഇവരിലൊക്കെ മഹാഭൂരിപക്ഷം പേരും മദ്രസ വിദ്യാഭ്യാസം കിട്ടിയവരാണ് എന്ന് തുറന്നു പറഞ്ഞത്, അവിടെ തിരുത്തലുകൾ വേണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടത് മുൻ സിമി നേതാവും മുൻ കേരള മന്ത്രിയും ഇപ്പോൾ ഇടതുപക്ഷ MLA ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതിനേക്കാൾ ഏറെ ആ വിഷയം പറയാൻ യോഗ്യനായിട്ടുള്ള മറ്റൊരു വ്യക്തിയില്ല. മറ്റാര് പറഞ്ഞാലും അത് മുസ്ലിമിനെതിരായിട്ടുള്ള വർഗീയമായിട്ടുള്ള ഒരു ആരോപണമാണ് എന്ന് പറഞ്ഞ് തള്ളാം. ഇപ്പൊ PC ജോർജ് പറഞ്ഞാലും ശശികല ടീച്ചർ പറഞ്ഞാലും ആര് പറഞ്ഞാലും അങ്ങനെയൊക്കെ പറയാം. പക്ഷെ BJP-ക്കാരല്ലാത്ത, RSS അല്ലാത്ത, മദ്രസ വിദ്യാഭ്യാസം കിട്ടിയ സിമി നേതാവായിരുന്ന, മുൻ മന്ത്രിയായിരുന്ന, ഇപ്പോൾ ഇടതുപക്ഷ MLA ആയിട്ടുള്ള KT ജലീൽ അത് പറയുമ്പോൾ അദ്ദേഹം അതിൽ മനം നൊന്താണ് അത് പറയുന്നത്. ഇത് നമുക്ക് തള്ളിക്കളയേണ്ട വസ്തുതയല്ല. PC ജോർജ് ഇത് പറയുമ്പോൾ വർഗീയതയാണ്, പാലാ ബിഷപ്പ് ഇത് പറഞ്ഞാൽ ക്രിമിനൽ കേസ് എടുക്കണം, അങ്ങനെയൊക്കെയാണല്ലോ VD സതീശൻ വരെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്തുകൊണ്ടാണ് മദ്രസയിൽ നിന്ന് ഇത്തരം വിദ്യാഭ്യാസം കിട്ടുന്നത്? അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. അതായത് രാജ്യത്തിന്റെ അതിർത്തികളെ ഞങ്ങൾ മാനിക്കുന്നില്ല, രാജ്യത്തിന്റെ ഭരണഘടനകളെ ഞങ്ങൾ മാനിക്കുന്നില്ല. നിയമം അള്ളാഹുവിൻ്റെത് മാത്രമാണ്. ഒരു യഥാർത്ഥ മുസ്ലിം പാലിക്കേണ്ട നിയമം അള്ളാഹുവിന്റെ നിയമം മാത്രമാണ്. രാജ്യങ്ങളുടെ നിയമം, ഭരണഘടനയുടെ നിയമം, നിയമസഭ ഉണ്ടാക്കുന്ന നിയമം, പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമം ഒരു യഥാർത്ഥ മുസ്ലിമിന് ബാധകമല്ല എന്നുള്ള തീവ്രവാദപരമായ നിലപാടാണ് മദ്രസകളിൽ കൂടി പകർന്നു കിട്ടുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഭീകരവാദികളും ചാബേർ ബോംബാകുന്നവരും ലവ് ജിഹാദിന്റെ നേതൃത്വം കൊടുക്കുന്നവരും മയക്കുമരുന്ന്, കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങളിൽ, അക്രമ കാര്യങ്ങളിൽ ഒക്കെ പ്രതികളാകുന്നവരും മുൻ മദ്രസ സ്റ്റുഡൻസ് ആണ് എന്ന് വരുന്നത്. അപ്പോൾ മദ്രസയിലെ ഫിലോസഫി വളരെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ, അതായത് നടക്കാനുള്ള ശേഷി ഉണ്ടാകുന്ന കാലഘട്ടം മുതൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷി ഉണ്ടാകുന്ന കൗമാര കാലഘട്ടം വരെ ഈ കുട്ടികൾ അവരുടെ മസ്തിഷ്കത്തിലേക്ക് സ്വീകരിക്കുന്ന ആശയങ്ങൾ രാജ്യവിരുദ്ധമായ ആശയങ്ങളാണ്. രാജ്യം, ഭരണഘടന, ജനാധിപത്യം, ഗവൺമെന്റ് എന്നിവയോടൊക്കെ ഇസ്ലാമിന് ഉണ്ട് എന്ന് പറയുന്ന എതിരഭിപ്രായത്തിന്റെ മൂശയിലാണ് മദ്രസയിൽ ഈ കുട്ടികൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ നിയമങ്ങളെ ധിക്കരിക്കുന്നതിനോ, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നതിനോ, ജലീൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നതിനോ, മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്നതിനോ, ആയുധം കൈവശം വെക്കുന്നതിനോ, ആളുകളെ കൊല്ലുന്നതിനോ യാതൊരു വഴിയുമില്ല. കാരണം അതാണ് മദ്രസയിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്താൽ സ്വർഗരാജ്യത്ത് എത്തുമെന്നും അളവറ്റ രീതിയിൽ മദ്യം കുടിക്കാമെന്നും 72 ഹൂറികളെ ഭാര്യമാരായിട്ട് കിട്ടുമെന്നും, ഭാര്യമാരായിട്ടാണോ അല്ലാതെയാണോ എന്നുള്ളതൊന്നും ഞാൻ അത്ര വായിച്ചു നോക്കിയിട്ടില്ല, എങ്ങനെയാണെങ്കിലും കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രലോഭനത്തിന്റെ പേരിലാണ് ഇവരൊക്കെ ഈ തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അത് ഭീകരമാണ് എന്ന് പറയുന്നത് KT ജലീലാണ് എങ്കിൽ പിന്നെ സംശയിക്കാനൊന്നുമില്ല. അപ്പോൾ തിരുത്തേണ്ടത് തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം ഉൾപ്പെടെ അല്ലെ, ഇസ്ലാമിക മതപണ്ഡിതരും ഒപ്പം തന്നെ ഇതുപോലെ അവർ വളരെ ഉയർന്ന സ്ഥാനത്ത് വച്ചിരിക്കുന്ന ആ ഒരു ഫാമിലി ഒക്കെ തന്നെയാണല്ലോ അല്ലെ. KT ജലീലിന്റെ പ്രസ്താവനയെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, വർഗീയത എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ കൂട്ടത്തിൽ തന്നെ ഒരാൾ പറയുമ്പോൾ. അത് ഒരുപക്ഷെ വളരെ ഗൗരവത്തോടെ കണക്കിലെടുക്കുമെന്നും തിരുത്തപ്പെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാമോ? KT ജലീൽ ആ ഒരു ഘട്ടത്തിൽ വന്ന് നിന്നല്ലേ ഇത് പറഞ്ഞത് ഗത്യന്തരമില്ലാതെ? KT ജലീൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ്, MLA ആണ്, മുൻ മന്ത്രിയാണ്.
അദ്ദേഹം ഇതിന്റെ പരമ്പരായികളെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. കാരണം പിടിവിട്ടു പോവുകയാണ്, നിയന്ത്രണം വിട്ടുപോവുകയാണ്. കേരളത്തിന്റെ നിയന്ത്രണം ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ലക്ഷ്മി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് മദ്രസകളല്ലേ, അല്ലെങ്കിൽ ഇസ്ലാം മത പണ്ഡിതന്മാരല്ലേ? ഞാൻ പറയുന്നു, അങ്ങനെ അവരല്ല ഇത് നിയന്ത്രിക്കേണ്ടത്. അവർക്കിത് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം അവരെ പഠിപ്പിച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രം അതാണ്, അവരെ പഠിപ്പിച്ചിരിക്കുന്ന മതശാസ്ത്രം അതാണ്, അവരെ പഠിപ്പിച്ചിരിക്കുന്ന ഖുറാൻ വചനങ്ങളും ഹദീസുകളും അതാണ്. അതുകൊണ്ട് അവർക്ക് തിരുത്താൻ പറ്റില്ല. ഒരു മുസ്ലിമിനും ഇത് തിരുത്താൻ പറ്റില്ല. തിരുത്തേണ്ടത് ഗവൺമെന്റ് ആണ്. ഈ ഭീകരവാദം പഠിപ്പിക്കുന്നതിന് കേരള സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പ്രതിവർഷം 20 കോടി രൂപയാണ് കൊടുക്കുന്നത്. 20 കോടി രൂപ. ഇത്തവണത്തെ ബജറ്റ് പ്രസംഗം എടുത്തു നോക്കിയാൽ ആർക്കും മൊബൈലിൽ കിട്ടും, ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും കിട്ടും. 20 കോടി രൂപ മദ്രസ അധ്യാപകർക്ക് വേണ്ടിയും മദ്രസയുടെ നവീകരണത്തിന് വേണ്ടിയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയും കേരള സംസ്ഥാന ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നു. എന്നാൽ ഇത് മതന്യൂനപക്ഷങ്ങളുടെ പേരിലാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനികൾ പള്ളിയിൽ നടത്തുന്ന സൺഡേ സ്കൂളുകളുണ്ട്. അവിടുത്തെ അധ്യാപകർക്ക് വേണ്ടി എത്ര പൈസ മാറ്റി വെച്ചിട്ടുണ്ട്? അതുപോലെ മറ്റ് മതന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ താമസിക്കുന്നുണ്ട്. സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്, ബുദ്ധരുണ്ട്, ജൈനരുണ്ട്. അവർക്ക് വേണ്ടി എത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്? അതിനെന്താ കണക്കില്ലാത്തത്? അതുകൊണ്ട് ഞാൻ കേരളത്തിന്റെ ഭരണകൂടത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ മതന്യൂനപക്ഷം എന്ന് പറഞ്ഞ പേരിൽ മുസ്ലിങ്ങൾക്ക് 20 കോടി കൊടുക്കുമ്പോൾ ക്രിസ്ത്യാനിക്ക് എത്ര കോടി കൊടുത്തു എന്ന് പറയൂ. സിഖുകാരന്, ബുദ്ധമതക്കാരന്, യഹൂദ മതക്കാരന്, അല്ലെങ്കിൽ ജൈന മതക്കാരന് എത്ര കോടി രൂപ കൊടുത്തു എന്നുള്ള കണക്ക് പറയൂ. കണക്ക് പറയാൻ കേരള സർക്കാരിന് സാധിക്കില്ല. കാരണം ഇവർക്കാർക്കും ഒരു പൈസയും കൊടുത്തിട്ടില്ല. കൊടുത്തത് മുഴുവൻ 20 കോടിയും മുസ്ലിമിനാണ്. അപ്പം മതന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം മാത്രമാണോ? ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ സർക്കാർ ഒരു കാര്യം ചെയ്താൽ മതി, ഈ 20 കോടി രൂപ കൊടുക്കുന്നത് നിർത്തുക. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ കേസുകളിൽ പിടിക്കപ്പെടുന്നവരെ മതം നോക്കാതെ ശിക്ഷിക്കാൻ ധൈര്യം കാണിക്കുക. ഇപ്പൊ മയക്കുമരുന്ന്, MDMA അടക്കമുള്ള കാര്യങ്ങളിലും സ്വർണ്ണ കള്ളക്കടത്ത് കാര്യങ്ങളിലും ഒക്കെ ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പിടിക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റവാളികളെ മതം നോക്കാതെ ശിക്ഷിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ രാജ്യത്ത് നിയമം ഇല്ലാഞ്ഞിട്ടല്ല, പോലീസ് ഇല്ലാഞ്ഞിട്ടല്ല, എക്സൈസ് ഇല്ലാഞ്ഞിട്ടല്ല. പോലീസിലെയും എക്സൈസിലെയും ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് പ്രതികളെ അറിയാം. 3 കിലോ കഞ്ചാവുമായിട്ട് പിടിച്ചാൽ റെക്കോർഡിൽ എഴുതുമ്പോ FIR-ൽ 3 ഗ്രാം എന്ന് എഴുതണം. 3 ഗ്രാം എന്ന് എഴുതിയാൽ കേസ് ഊരിപ്പോകും. ഇനി 3 കിലോ പിടിച്ചിട്ട് 3 കിലോ എന്ന് എഴുതിയാലോ ആ എഴുതുന്ന ഉദ്യോഗസ്ഥന്റെ തൊപ്പി തെറിക്കും, അവന്റെ ജോലി പോകും. അതുകൊണ്ട് അവൻ എഴുതില്ല. 3 കിലോ അല്ല 30 കിലോ പിടിച്ചാലും 3000 കിലോ പിടിച്ചാലും അവൻ 3 ഗ്രാം എന്ന് മാത്രമേ എഴുതുള്ളൂ. കാരണം അവന് ഭാര്യയും കുട്ടികളും ഉണ്ട്, അവന് കുടുംബമുണ്ട്. ഇതാണ് കേരള സംസ്ഥാനം. അപ്പോൾ കേരളത്തിന്റെ സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ മൊത്ത കച്ചവടം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ കുത്തക നടത്തുന്നത് ഇവിടുത്തെ CPIM ആണ്. അവരുടെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾ അടക്കമുള്ളവർ ഇതിന്റെ നെറ്റ്വർക്കാണ്. അതിന്റെ ഭാരവാഹികളെ കഞ്ചാവും MDMA-യും അടക്കം പിടിക്കുന്നുണ്ടല്ലോ. അതായത് പിണറായിയുടെ പോലീസ് തന്നെ പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിണറായി പോലീസിന് വളരെ കൃത്യമായിട്ട് അറിയാം ആരാണ് ഇത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ലഹരി മാഫിയകളെ നട്ട് നനച്ച് വളർത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികളും ഐക്യമുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് അവർ വൻതോതിൽ കോടാനുകോടി രൂപയുടെ കള്ളക്കടത്ത് നടത്തുന്നു. അതാണ് ഇന്ന് സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ പ്രശ്നം. എന്നാൽ ഇത് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് CPM-നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ബാധിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ആദ്യം ചെയ്യേണ്ടത് മദ്രസാ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന 20 കോടി നിർത്തുക. എന്നിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നവനെ നിയമപരമായി നേരിടുക, നിയമം കർശനമായിട്ട് നടപ്പാക്കുക. ഈ സാമാന്യ മര്യാദ മാത്രം സംസ്ഥാന സർക്കാർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ മയക്കുമരുന്നും ഈ ഭീകരവാദവും പിടിച്ചു കെട്ടിയതുപോലെ നിൽക്കും. ഇച്ഛാശക്തി ഉണ്ടോ പിണറായിക്ക്? ഇത് മാത്രമാണ് ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.